ഒരു വർഷം ഇത്ര ബുക്ക് വായിക്കണമെന്ന് ഒരു കണക്ക് വെക്കാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ നോക്കാറുണ്ട് എന്തൊക്കെ ബുക്സാണ് ഞാൻ വായിച്ചത്, എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ വായന എന്നൊക്കെ. ഒരു 2017-18 ആ സമയത്ത് PG കഴിഞ്ഞ സമയത്താണ് ഞാൻ കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് വായിക്കാൻ തുടങ്ങിയത്. അറ്റ് ദാറ്റ് ടൈം ഇറ്റ് യൂസ് ടു ബി 11 ബുക്സ് ഓർ 15 ബുക്സ്, അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ഒരു ഇയർലി കൗണ്ട്. 2022 ഐ റിമെമ്പർ ഐ റെഡ് 22 ബുക്സ്. ആ നമ്പർ എനിക്ക് ഓർമ്മയുണ്ട്. 2023 ആയപ്പോഴത്തേക്കും കുറച്ചും കൂടെ കൂടി. അങ്ങനെ ഇപ്പോൾ വർഷം വർഷം പോകുമ്പോൾ നമ്പേഴ്സ് കൂടി വരുന്നുണ്ട്. ഇപ്പൊ 2024 നോക്കുകയാണെങ്കിൽ ഐ റിമെമ്പർ നോട്ട് റീഡിങ് ഫോർ എ കപ്പിൾ ഓഫ് മന്ത്സ് എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു മന്ത് ഫുള്ള് ഞാൻ വായിച്ചിട്ടുണ്ടാവില്ല. അത് കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടാവും, പിന്നെ ഒരു വീക്സോളം ഞാൻ വായിച്ചിട്ടുണ്ടാവില്ല, പിന്നെ അഗെയിൻ ഐ ടേക്ക് എ ബുക്ക്. സോ അങ്ങനെയുള്ള സ്ലംപുകളിലൂടെ പോയിട്ടും അന്നത്തെ 15നേക്കാളും ഇപ്പൊ നല്ല കൂടിയിട്ടുണ്ട് നമ്പർ. അത് ഐ റിയലൈസ് ദാറ്റ് 2024 ആദ്യ പകുതിയിൽ ഐ ഡിഡ് എ വീഡിയോ about my top books of 2024 in the first half. If you want to watch it, please watch it. പക്ഷെ ഇത് is an even more special video because I really want to talk about these 7 books. So let's get into it. First book I want to talk about is Diary of a Void, എമി യാഗിയുടെ ബുക്കാണ്. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഓർഡർ ഓഫ് പ്രിഫറൻസ് ഏറ്റവും അവസാനത്തെ ബുക്കാണ് is the one that I badly want to talk about. So please watch till the end of the video. First one, like I said, Diary of a Void by എമി യാഗി. ഈ നോവൽ എന്താണെന്ന് വെച്ചാൽ there is a woman, she is the protagonist. This protagonist, she is the only female employee in the office. Just because of that reason, she is facing a lot of discrimination and harassment. Harassment in the way that she is expected to do a lot of menial tasks in the office. ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ she is expected to bring coffee. ഒരു മീറ്റിംഗ് കഴിഞ്ഞാൽ she is expected to clear the coffee cups. The male in the office does not even bother to do all that. അപ്പോൾ ഒരു വാലിഡേഷൻ, ഒരു അക്കൗണ്ടബിലിറ്റി, there is nothing for the work that she is actually doing, or there is even little time for her to concentrate on the main task because she is expected to do all these little silly things. അങ്ങനെയുള്ള ഒരു ഡെസ്പറേഷനിൽ she is one day lying to the office that she is pregnant. ആ ഒരു ഡിസിഷൻ to say that and the consequences that ripple after that, അതാണ് ബുക്ക്. ആൻഡ് ഇറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ഒരു ഹ്യൂമർ ഉണ്ട് അതിനകത്ത്, ആൻഡ് ഫെമിനിസം ഉണ്ട് അതിനകത്ത്, ആൻഡ് ഇറ്റ് ഇസ് ആക്ച്വലി ആ ഒരു വർക്ക് ഫോഴ്സ് ഡിസ്ക്രിമിനേഷൻ, അതൊക്കെ വളരെ കെയർഫുള്ളി ആൻഡ് നല്ല രസമായിട്ട് അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് വളരെ ഷോർട്ട് ബുക്കാണ്, വെരി ഫണ്ണി ആൻഡ് വെരി ഈസി ടു റീഡ്. ഇപ്പോൾ ജാപ്പനീസ് ഓത്തേഴ്സ് അല്ലെങ്കിൽ ചെറിയ ബുക്സ് ഒക്കെ വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഐ വുഡ് റിയലി റെക്കമെൻഡ് ദാറ്റ് ബുക്ക്. ആൻഡ് വളരെ ഇൻട്രസ്റ്റിംഗ് ടേക്ക് ഓൺ ഡിസ്ക്രിമിനേഷൻ ആണ്. ഇറ്റ് ഇസ് നോട്ട് എ വെരി സീരിയസ് ബുക്ക്. ഇറ്റ്സ് എ റിയലി ഗുഡ് ബുക്ക് ടു ട്രൈ. വേറൊരു ബുക്കാണ് See You at the Top by Zig Ziglar. ഞാൻ ആക്ച്വലി സെൽഫ് ഹെൽപ്പ് ബുക്കൊക്കെ അത്യാവശ്യം വായിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇത് വളരെ പണ്ട് എഴുതിയൊരു ബുക്കാണ്, ആൻഡ് ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ഇറ്റ് അണ്ടിൽ നൗ. ഞാനിത് ഇൻക്ലൂഡ് ചെയ്യാനുള്ള റീസൺ തന്നെ അതാണ്. ബിക്കോസ് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഡീപ്പ് വർക്ക്, ഷോ യുവർ വർക്ക് അല്ലെങ്കിൽ അറ്റോമിക് ഹാബിറ്റ്സ്, ഇതൊക്കെയാണല്ലോ മോട്ടിവേഷണൽ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ബുക്സ് ആയിട്ട് ദ വൺസ് ദാറ്റ് വി ആർ വെരി ഫെമിലിയർ വിത്ത് ബിക്കോസ് ഇറ്റ് ഇസ് ബീങ് സർക്കുലേറ്റഡ് ഓൺ സോഷ്യൽ മീഡിയ ആൻഡ് യൂട്യൂബ്, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട്. പക്ഷെ ദിസ് പേഴ്സൺ വാസ് എ American author, salesman and motivational speaker, and he's very famous. പക്ഷെ we don't know him because our generation is not അങ്ങനെ കേട്ടിട്ടൊക്കെ ഞാൻ കേട്ടിട്ടില്ല. സോ അതുകൊണ്ട് ഐ വാണ്ടഡ് ഹിം ടു ബി ഫെമിലിയർ ടു യു ഓൾ. അതുകൊണ്ടാണ് ഞാൻ ഈ ലിസ്റ്റിൽ ഇത് ഇടാൻ കാര്യം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ലൈബ്രറിയിൽ നിന്ന് കിട്ടിയൊരു ബുക്കാണ്. എൻ്റെ അഭിപ്രായത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ ആറ്റോമിക് ഹാബിറ്റ്സ് ആയിരുന്നു അന്നത്തെ ഈ ബുക്ക്, ആൻഡ് ഇറ്റ് വാസ് പബ്ലിഷ്ഡ് ഇൻ 1975. ഇത് വളരെ കോൺവെർസേഷണൽ ആണ്. It talks about living a balanced and fulfilling life, enhancing your communication skills, and it is not just about enhancing your habits in such a way that you can lead a fulfilling life. It talks about how you can help others lead a better life and that in effect helping you. അങ്ങനെയൊക്കെയുള്ളൊരു ബുക്കാണ്. ഇറ്റ് ഇസ് വെരി ഫ്രണ്ട്ലി ആൻഡ് കംഫർട്ടബിൾ ടു റീഡ് വിത്ത് റിയൽ ലൈഫ് എക്സാമ്പിൾസ്. അങ്ങനെ എഴുതിയിട്ടുള്ളൊരു ബുക്കാണ്, ആൻഡ് കുറച്ച് ഓൾഡ് സ്കൂൾ ബുക്കാണ്, ബട്ട് ഐ ലൈക്ഡ് ഇറ്റ്. So you should try. Maybe you like it and maybe you don't, but you should try. ഇതിന്റെ ടൈറ്റിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. I want to die but I want to eat tteokbokki. I think that is the pronunciation. It is by Baekse Hee. അത് ഒരു കൊറിയൻ ഓത്തറാണ്. ഇതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റ് വരാനുള്ള റീസൺ, നമ്മൾ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് പറയുന്നു, നമ്മളത് അഡ്വക്കേറ്റ് ചെയ്യുന്നു, നമ്മളതിൻ്റെ നെസസിറ്റിയെ കുറിച്ച് സംസാരിക്കുന്നു. പക്ഷേ ഐ ആസ് എ പേഴ്സൺ ഇസ് സ്റ്റിൽ, എനിക്കൊരു ഇൻറ്റിമിഡേറ്റിംഗ് ഫീലിംഗ് ഉണ്ട് വെൻ ഐ തിങ്ക് അബൌട്ട് തെറാപ്പി. ഐ ഹവ് നെവർ ഗോൺ ടു തെറാപ്പി യെറ്റ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഞാനൊരു ഡോക്ടറിൻ്റെ ഒരു റൂമിനകത്ത് പോയി ഞാൻ ഇരുന്നിട്ടില്ല, ഓർ ഈവൻ ഓൺലൈൻ ഐ ഹാവ് നെവർ ഡൺ. സോ
എൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളൊരു ക്യൂരിയോസിറ്റിയാണ്, ഹൗ ഡസ് ദ കോൺവെർസേഷൻ പ്ലേ ഔട്ട്? As much as it is a positive thing to commit yourself to, what actually happens in a therapist room, and how do you tell that person? At the end of the day, you have to go, you have to sit next to this person or even online, and you have to be open, you have to be bare in your conversations, right? If you actually want a solution, you should do that. പേഴ്സണലി എനിക്കത് വളരെ ഇൻറ്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. വൺസ് ഐ ആസ്ക്ഡ് എ ഫ്രണ്ട് ഓഫ് മൈൻ ഹു ഗോസ് ടു തെറാപ്പി എങ്ങനെയാണത് ചെയ്യാറുള്ളത്. അപ്പോൾ ഹൗ ഡു യു ടെൽ ദാറ്റ് പേഴ്സൺ ഇഫ് യു ആർ ഗോയിങ് ത്രൂ സോ ആൻഡ് സോ, ഹൗ ഡു യു ഓപ്പൺ ദ കോൺവെർസേഷൻ എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ദിസ് ഫ്രണ്ട് ഓഫ് മൈൻ സെഡ്, യു ഡോണ്ട് നെസസറിലി ഹാവ് ടു ഓപ്പൺ ലൈക്ക് ദാറ്റ്. യു ക്യാൻ ഓപ്പൺ വിത്ത് ദ ഡ്രീം ദാറ്റ് യു ഹാഡ് ടുഡേ. യു ക്യാൻ ഓപ്പൺ വിത്ത് വാട്ട് സ്ട്രക്ക് യു വെൻ യു വർ വാക്കിംഗ് ഫ്രം ഓഫീസ് ടു ഹോം ടുഡേ. അങ്ങനെ റെഗുലർ ലൈഫിലുള്ള മുണ്ടൈൻ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഏതെങ്കിലും സംഭവ ശകലം കൊണ്ട് നിങ്ങൾക്ക് ആ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇറ്റ് ക്യാൻ ടേക്ക് യു ടു വാട്ട് എവർ യു ആക്ച്വലി വോണ്ട് ടു ടോക്ക് അബൌട്ട്. അപ്പോൾ ആ രീതിയിൽ അത് ഗ്ലൈഡ് ചെയ്ത് പോകാമെന്നുള്ളൊരു ഇൻസൈറ്റ് എനിക്ക് ഒരിക്കൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഈവൻ ദെൻ അതല്ലാതെ മറ്റൊന്നും എനിക്ക് അറിയില്ല അബൌട്ട് വാട്ട് ഹാപ്പൻസ് ഇൻ തെറാപ്പി എന്നുള്ളത്. ഈ ബുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ പാർട്ട് മെമ്മോയർ. ദിസ് ഓതർ ഇസ് റൈറ്റിംഗ് അബൌട്ട് ഹെർസെൽഫ്. സോ ദിസ് പേഴ്സൺ ഹാസ് ഡിസ്തീമിയ. അത് പെർസിസ്റ്റന്റ് മൈൽഡ് ഡിപ്രഷൻ ആണ്. ആ മൈൽഡ് ഡിപ്രഷൻ ഉള്ള ആള് when she goes to the therapist, what does she tell her? Entire book ഒരു Q&A conversations ആണ്. Therapist, like this person is telling this and this, therapist is answering, she is saying this. അപ്പോൾ ഇതെനിക്കൊരു ഇൻസൈറ്റ് ഇൻ ടു ദ തെറാപ്പി റൂം ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി കംഫർട്ടിങ് ടു നോ ദാറ്റ് ഇങ്ങനത്തെ കോൺവെർസേഷൻസ് ക്യാൻ ഫ്ലോ ലൈക്ക് ക്വയറ്റ് എഫേർട്ട്ലെസ്ലി എന്ന് ഞാൻ പറയില്ല, പക്ഷെ ഇറ്റ് ഈസ് പോസിബിൾ എന്നൊരു ഒരു സി ദിസ് ഇസ് ഇറ്റ്, ഇത്രയൊക്കെ ഉള്ളൂ, യു ക്യാൻ ഡു ദിസ് എന്നൊരു അഫർമേഷൻ ആയിരുന്നു എനിക്ക് ഈ ബുക്ക്. ആൻഡ് ഐ ലൈക്ഡ് ഇറ്റ് ബിക്കോസ് ഓഫ് ദാറ്റ്. ഇതുവരെ പറഞ്ഞ ബുക്കൊന്നും എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല ഒന്ന് കാണിച്ചു തരാനായിട്ട്. ബട്ട് ഇനി പറയാൻ പോകുന്ന 4 ബുക്ക് എൻ്റെ കയ്യിലുണ്ട്. ആൻഡ് നമ്മുടെ പ്രിഫറൻസ് ഇങ്ങനെ കൂടി വരികയാണല്ലോ. സോ ഇതാണ് യെല്ലോ ഫേസ്. ദിസ് ഇസ് ദ നെക്സ്റ്റ് വൺ. ഞാൻ ഇതുവരെ വായിച്ചിട്ടുള്ള ബുക്സിൽ എനിക്കൊരു ബുക്ക് കവർ ചൂസ് ചെയ്യാൻ പറഞ്ഞാൽ ഐ വുഡ് ചൂസ് ദിസ് വൺ. ഇത് ഹൗ ബ്യൂട്ടിഫുൾ ഇസ് ഇറ്റ്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ബുക്ക് കവറാണ്. ആൻഡ് ഇറ്റ് ഇസ് എ സറ്റയർ. ഇത് ടേക്സ് എ സ്റ്റാൻഡ് ഓൺ ദ ഡിസ്ക്രിമിനേഷൻ ഫേസ്ഡ് ഇൻ ദ പബ്ലിഷിംഗ് ഇൻഡസ്ട്രി. ഓതേഴ്സിൻ്റെ കാര്യങ്ങൾ, ഹൗ ഡിഫിക്കൾട്ട് ഇറ്റ് ഇസ് ടു പബ്ലിഷ് എ നോവൽ, ദ തിങ്സ് ദറ്റ് യു ഗോ ത്രൂ, അങ്ങനെയൊക്കെയുള്ള ഒരു ഫാക്ട്സിൽ നിന്നും ഉണ്ടായ ഫിക്ഷനാണ്. ആൻഡ് ദിസ് ഇസ് റിട്ടൺ ബൈ ഒരു അമേരിക്കൻ ഫാൻറ്റസി നോവലിസ്റ്റ് RF Kuang. നിങ്ങൾ ബാബൽ എന്നുള്ള ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വായിച്ചിട്ടില്ല ഇതുവരെ, പക്ഷെ ബാബലിൻ്റെ ഓതറാണ് RF Kuang. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ബുക്കാണ്. എനിക്ക് പക്ഷേ ദിസ് ഇസ് എ വെൽ റിവ്യൂഡ് ബുക്ക്. എനിക്ക് പേഴ്സണലി ദിസ് ഇസ് അബൌട്ട് ഒരു ടു ഫ്രണ്ട്സ് ആൻഡ് എ പേഴ്സൺ. ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും ഹെർ ഹാവിങ് ടു സ്റ്റീൽ another person's novel and making it her own and the consequences she faces. അതാണ് എസൻസ് ഓഫ് ദ ബുക്ക്. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്കും സംവെയർ ഇറ്റ് ലോസ്റ്റ് മീ കുറച്ച്. So I personally had a problem in the second half of the book, but I would still ask for you to try because it is a journey of its own and you should decide for yourself whether you like it or not. But at least read it from somewhere, at least വേറെ ആരെങ്കിലും കയ്യിൽ നിന്നെങ്കിലും എടുത്തിട്ടാണെങ്കിലും ഈ ഒരു ബുക്ക് കവർ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അങ്ങനെ ഒരു സജഷൻ ഉണ്ട് എനിക്ക്. അടുത്തത് എലിഫ് ഷെഫാക്കിൻ്റെ 40 Rules of Love. ഇൻസ്റ്റഗ്രാമിലും എല്ലായിടത്തും ഇത് വളരെ ഫെമിലിയർ ആയിട്ടുള്ളൊരു ബുക്കായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനും അങ്ങനെയാണത് വാങ്ങിയത്. ഇതിൻ്റെ ഒരു പ്ലോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഹൗസ് ഹോൾഡ് വുമൺ, ഹസ്ബൻഡ്, ഫാമിലി, എവറിത്തിങ് ഇസ് ദർ. ഷീ ഈസ് ഡൂയിങ് എവറിത്തിങ് ഷീ ക്യാൻ. ഷീ പ്രിപ്പയർസ് ഫുഡ് ഫോർ ദം, ഷീ ഡസ് തിങ്സ് ഫോർ ദം, ഷീ ഡസ് ദ ഹൗസ് ഹോൾഡ് സോഴ്സ്, ഷീ ഡസ് എവറിത്തിങ്. അങ്ങനെ ഒരു ലൈഫ് നയിക്കുന്ന അവർ, ഷീ ഈസ് ടേക്കിംഗ് അപ്പ് എ ഫ്രീലാൻസ് നെക്സ്റ്റ് ഒരു സെക്കൻഡറി ജോബ് പോലെ എടുത്തിട്ട് ഷീ ഈസ് ഡൂയിങ് പ്രൂഫ് റീഡിങ്. ആ സംഭവം ചെയ്യാൻ വേണ്ടിയിട്ട് ഷീ ഗെറ്റ്സ് എ നോവൽ വൺ ഡേ കോൾഡ് ഐ തിങ്ക് സ്വീറ്റ് ബ്ലാസ്ഫമി. അങ്ങനെ ഒരു നോവൽ അവർക്ക് പ്രൂഫ് റീഡ് ചെയ്യാൻ കിട്ടുകയും അതുവഴി ആ ഓതറിന്റെ കോൺടാക്ട് കിട്ടുകയും ആൻഡ് ഷീ സ്റ്റാർട്ട്സ് ടോക്കിംഗ് ടു ദി ഓതർ. അങ്ങനെയുള്ള കോൺവെർസേഷൻസ് ആണ് ബുക്ക്. പക്ഷെ എനിക്കിതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ചാപ്റ്റേഴ്സ് ആർ പ്ലേസ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഈ സ്ത്രീയെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് ആൻഡ് ദെൻ ഷീ ഈസ് സ്റ്റാർട്ടിംഗ് ടു റീഡ് ദ നോവൽ സ്വീറ്റ് ബ്ലാസ്ഫമി. അത് റൂമിയെ കുറിച്ചിട്ടുള്ള, സൂഫി പോയറ്റായ റൂമിയെ കുറിച്ചിട്ടുള്ള നോവലാണ്. സോ ഷീ റീഡ്സ് അബൌട്ട് ദ നോവൽ. അതൊരു ചാപ്റ്റർ ആയിരിക്കും ആ നോവൽ. അടുത്ത ചാപ്റ്റർ ഇവർ ആ ഓതറിന് അയക്കുന്നത് ഇമെയിൽ ആയിരിക്കും. ആൻഡ് ദെൻ ദർ ഇസ് ദ സെറ്റ് ഓഫ് ഇമെയിൽ കോൺവെർസേഷൻസ്. ആ ഇമെയിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദിസ് ഇസ് ഹെർ ടു ദാറ്റ് പേഴ്സൺ, ദാറ്റ് ഓതർ.
ഒരു ഹിമ്മാണത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ചാപ്റ്റർ വിൽ ബി കണ്ടിന്യൂഷൻ ഓഫ് ദ നോവൽ. നെക്സ്റ്റ് ചാപ്റ്റർ വുഡ് ബി അയാളുടെ റിപ്ലൈ, പിന്നെ അഗൈൻ നോവൽ, പിന്നെ ഇവർ അയക്കുന്ന അടുത്ത ഇമെയിൽ. ഇങ്ങനെയാണത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഒരുപാട് റിവ്യൂ ഈ ബുക്കിന്റെ വായിച്ചു ആൻഡ് എവറിബഡി ടോക്സ് അബൌട്ട് ദ നോവൽ ആസ് സച്ച്, അതായത് നോവൽ ഇൻ ദ നോവൽ. സ്വീറ്റ് ബ്ലാസ്ഫമി എന്ന ആ റൂമി എന്ന പോയറ്റിന്റെ നോവലിനെ കുറിച്ച് അവർ അതിന്റെ വേൾഡ് ബിൽഡിങ്ങിനെ കുറിച്ചും അതിന്റെ ഒരു ബ്യൂട്ടിനെ കുറിച്ചും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത് ഒരുപാട് സ്ഥലത്ത് ഞാൻ വായിച്ചു. ബട്ട് മീ പേഴ്സണലി ഐ വാസ് ലുക്കിംഗ് അറ്റ്, ഞാൻ ആ നോവലിന്റെ പോർഷൻ വേഗം വായിക്കായിരുന്നു ജസ്റ്റ് സോ ദാറ്റ് ഐ കുഡ് ഗെറ്റ് ടു ദ ഇമെയിൽ പാർട്ട്. എനിക്ക് അത് വളരെ പ്യുവർ ആൻഡ് ഇമോഷണൽ അറ്റാച്ച്ഡ് ആയി ഞാൻ മാറിയ ഒരു കണക്ഷനാണ് ഇമെയിൽസ്. സോ ഐ വാസ് വെയിറ്റിംഗ് ഇതിങ്ങനെ തീരാൻ വേണ്ടിയിട്ട്, സോ ദാറ്റ് ഇമെയിൽ എത്തി ആൻഡ് ദെൻ ഐ വാസ് റീഡിങ് ദ ഇമെയിൽ. ഐ വാസ് സാഡ് വെൻ ദ ഇമെയിൽ ഗോട്ട് ഓവർ ബിക്കോസ് ഐ ഹാഡ് ടു ഗെറ്റ് ബാക്ക് ടു ദ നോവൽ അഗൈൻ. അങ്ങനെയാണ് ഞാൻ വായിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഇൻ ദ നോവൽ ദേ ഡിസ്ക്രൈബ് അബൌട്ട് ദ 40 റൂൾസ് ഓഫ് ലവ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്ലേസിങ്. ഇത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇഷ്ടപ്പെടുക എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് യു ഷുഡ് ട്രൈ, ബിക്കോസ് ഐ തിങ്ക് ഒരു പല വേർഷൻ അല്ലെങ്കിൽ പല പെർസ്പെക്റ്റീവ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നി. സോ യു ഷുഡ് ട്രൈ. അടുത്തത് ഇതാണ്. ഞാൻ 2024 ആദ്യ പകുതിയിൽ ചെയ്ത ടോപ്പ് ബുക്സ് ചെയ്തപ്പോഴും ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് ഞാനിത് വായിച്ച് തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഐ ടോൾഡ് യു ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ ലൈക്ക് വെരി മച്ച് ഓൾറെഡി, ദാറ്റ് ഐ കാൺട്ട് വെയിറ്റ് ടു ടോക്ക് അബൌട്ട് ഇറ്റ് എന്ന്. സോ ദിസ് ഇസ് ഐ ഹാവ് റെഡ് നോട്ട് വൺസ് ബട്ട് ട്വൈസ് ഓൾറെഡി. അത്രയ്ക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വേൾഡ് ബിൽഡിംഗ് ആണെങ്കിലും എന്താണെങ്കിലും നറേഷൻ ആണെങ്കിലും ദിസ് ഇസ് സച്ച് എ പേജ് ടേണർ. ആൻഡ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് ദാറ്റ് ഐ ലൈക്ക് അബൌട്ട് ദിസ് ബുക്ക് ഇസ് ബോണി ഗാർമസ്. ഷീ ഈസ് എ അമേരിക്കൻ ഓഥർ, ഫോർമർ കോപ്പിറൈറ്റർ ആണ്. ദാറ്റ് വാസ് ഹർ പ്രൊഫഷൻ. ഷീ ഈസ് 67 years old. ദിസ് ഇസ് ഹർ ഫസ്റ്റ് നോവൽ. ഇതിനു മുമ്പ് ആളൊരു നോവൽ എഴുതി, ബട്ട് ഷീ വാസ് റിജക്റ്റഡ് ബൈ 98 പബ്ലിഷേഴ്സ് ഓർ സംതിങ്. ദാറ്റ് ഇസ് വാട്ട് ഐ റെഡ് ഓൺ ഗൂഗിൾ. നമ്മുടെ JK റോളിങ്ങിന്റെ ഒക്കെ സ്റ്റോറി പോലെയാണ്. പക്ഷേ ദിസ് നോവൽ ഐ കാൺട്ട് ബിലീവ് ദിസ് ഇസ് ഹർ ഫസ്റ്റ് നോവൽ. എന്നുവെച്ചാൽ ഇൻട്രൊഡക്ഷൻ ടു കെമിസ്ട്രി എന്നായിരുന്നു ഇതിന്റെ ആദ്യത്തെ പേര്, ആൻഡ് ദെൻ ഇറ്റ് ബിക്കേം ലെസൺസ് ഇൻ കെമിസ്ട്രി. വേറെയും ബുക്ക് കവർ ഉണ്ട്, ബട്ട് ഐ പേഴ്സണലി ലവ് ദിസ് വൺ. ദിസ് ഇസ് ഇൻക്രെഡിബിൾ. ഇഫ് യു റീഡ് ഓൺലി വൺ ബുക്ക് ദിസ് ഇയർ, ഐ വാണ്ട് ഇറ്റ് ടു ബി ദിസ് വൺ. ഒരെണ്ണം കൂടി ഉണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ വെരി മച്ച് ഇത്. പക്ഷെ റെക്കമെൻഡിങ് ടു ലൈക്ക് മസ്റ്റ് റീഡ് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇഫ് യു ആർ ചൂസിങ് ജസ്റ്റ് വൺ, ഐ വുഡ് പിക്ക് ദിസ് വൺ. ബിക്കോസ് ആസ് മച്ച് ആസ് ഐ ലൈക്ക് ദ നെക്സ്റ്റ് വൺ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് എവ്രി വൺസ് കപ്പ് ഓഫ് ടീ. എല്ലാവർക്കും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. ഇത് ഇറ്റ്സ് അബൌട്ട് ഒരു കപ്പിൾ ആൻഡ് ദെയർ ലൈഫ് ആൻഡ് ദെയർ ഡോഗ്. ഇറ്റ് ഇസ് സെറ്റ് ഇൻ കുറച്ച് മുന്നേ സെറ്റ് ചെയ്തിട്ടുള്ളത്, ഏർലി 1960s സെറ്റ് ചെയ്തിട്ടുള്ള ബുക്കാണ്. ആ സമയത്ത് സ്ത്രീകൾക്ക് അത്രയും ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, വർക്ക് ഫോഴ്സിൽ അവർക്ക് ഇക്വാലിറ്റി ഇല്ല, അവർക്ക് ഫേസ് ചെയ്യുന്ന ഡിസ്ക്രിമിനേഷൻ, them not having a say in the decision making. And so this couple in the same profession, how they are treated differently in the community, അത്തരത്തിലുള്ള ഒരു ബുക്കാണ്. And one day this guy goes for a walk or something and finds a stray dog. അയാൾക്ക് അതിനെ കിട്ടുന്ന സമയമാണ് 6:30 and they name the dog 6:30. നിങ്ങൾ ഈ ബുക്ക് വായിക്കുകയാണെങ്കിൽ you will fall in love with 6:30 more than Calvin the guy in the book and Elizabeth the female. You will fall in love with 6:30. That I can guarantee. If you do fall in love with 6:30, please come back and tell me, because I would love to hear about it. ഈ 6:30 എന്ന് ഇവർ പേരിട്ടത് എനിക്ക് വളരെ ഇൻട്രീഗിങ് ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ലൈക്ക് ഇറ്റ് സ്റ്റേസ് ഇൻ യുവർ മൈൻഡ് അത്രയ്ക്കും. ഞാൻ പിന്നെ അത് കഴിഞ്ഞ് ഓഥറിനെ പറ്റി പോയി വായിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ ഉണ്ട്, ദ ഓഥർ ബോണി ഗാർമസ് ഹാസ് എ ഡോഗ് ആൻഡ് ഷീ കോൾസ് എ ഡോഗ് 99. സോ ദെൻ ഇറ്റ് വാസ് നോട്ട് എ സർപ്രൈസ്, ലൈക്ക് ഒബ്വിയസ്ലി ഇറ്റ് കെയിം ഫ്രം ദാറ്റ്. അങ്ങനെ ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ പറയണം എന്നില്ല, കാരണം പ്ലീസ് ഹാവ് എ ജേർണി ഓഫ് യുവർ ഓൺ വിത്ത് ഇറ്റ്. അത്രയ്ക്ക് നല്ലതാണ്. ലാസ്റ്റ് ബുക്ക്, എൻ്റെ ഓർഡർ ഓഫ് പ്രിഫറൻസ് ലാസ്റ്റ്. ഇത് ഞാൻ ലെസൺസ് ഓഫ് കെമിസ്ട്രി ലാസ്റ്റ് വെക്കാതെ ഇത് ലാസ്റ്റ് വെക്കാൻ കാര്യം, ഇതെല്ലാം ഞാൻ അറ്റ്ലീസ്റ്റ് സോഷ്യൽ മീഡിയയിലോ ഇൻസ്റ്റഗ്രാമിലോ വേറെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തോ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയതാണ്. പക്ഷെ ഇത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പം ഞാൻ പലയിടത്തും കാണുന്നുണ്ട്, പക്ഷെ ഞാൻ വാങ്ങിയ സമയത്ത് ഞാനിത് എവിടെയും കണ്ടിട്ടില്ല. ആൻഡ് ഐ ഹാഡ് നോ ക്ലൂ അബൌട്ട് ദ ബുക്ക്. ഐ വെൻറ്റ് ടു എ ബുക്ക് സ്റ്റോർ വിത്ത് ദ സോൾ പർപ്പസ് ഓഫ് ഫൈൻഡിങ് എ ബുക്ക്. ഞാൻ എപ്പോഴും പോകുമ്പോൾ ഐ ഗോ ആൻഡ് ഐ റീഡ് അബൌട്ട് ദ ബുക്സ്. ഞാനിങ്ങനെ ബുക്കിൻ്റെ ഐ ട്രൈ റീഡിങ് ദ ഫസ്റ്റ് പേജ് ഓഫ് ദ ബുക്ക് ഫ്രം ദ ബുക്ക് സ്റ്റോർ ഇറ്റ് സെൽഫ്. എന്നിട്ട് ഒരു പ്രഷറും ഇല്ലാതെ, എനിക്ക് അത്രയും സമയം ഉണ്ടെങ്കിലേ ഞാനത് ചെയ്യുള്ളൂ, ഫസ്റ്റ് പേജ് ഇങ്ങനെ വായിച്ചിട്ട് വിത്തൗട്ട് എനി ഫ്രിക്ഷൻ ഐ ക്യാൻ മൂവ് ഓൺ ടു ദ സെക്കൻഡ് പേജ് ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോഴാണ് ഞാനത് വാങ്ങിക്കുന്നതിനെ കുറിച്ച് കൺസിഡർ എങ്കിലും ചെയ്യുക. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ ബ്ലർബ്, ബാക്ക് സൈഡ്, അങ്ങനെയൊക്കെ നോക്കി ഐ വാസ് ഡൂയിങ് മൈ ഓൺ തിങ് ഇൻ ദ ബുക്ക് സ്റ്റോർ. അപ്പോൾ ഞാൻ ജോഡി പിക്കിൾട്ടിൻ്റെ കുറച്ച് ബുക്ക് കണ്ടു, മായ ആഞ്ചലോൻ്റെ ഒരു ബുക്ക് കണ്ടു,
അങ്ങനെ ഓരോന്ന് നോക്കി ലാസ്റ്റ് 1 hour കഴിഞ്ഞപ്പോഴാണ് ഇതെൻ്റെ കണ്ണിൽ പെടുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വേറൊരു ബുക്ക് എടുത്തില്ല. ഇതിൽ ഞാൻ ഹുക്ക്ഡായി. ആൻഡ് ഐ ഡോണ്ട് നോ വൈ. ഫസ്റ്റ് പാര വെച്ചിട്ട് അങ്ങനെ ഹുക്ക് ആവുമെന്നൊന്നും എനിക്ക് അറിയില്ല ഇത്. പക്ഷേ സംതിങ് സ്പോക്ക് ടു മീ ആൻഡ് ഐ ജസ്റ്റ് ടുക്ക് ഇറ്റ്. ഇഫ് സംബഡി ആസ്ക് മീ ടുഡേ ഹൗ ഇസ് ദിസ് ബുക്ക് എന്ന് ചോദിച്ചാൽ ഐ വിൽ സേ ഇറ്റ് ഇസ് യം. അങ്ങനെ ഞാൻ ഒരു ബുക്കിനെയും ഡിസ്ക്രൈബ് ചെയ്തിട്ടില്ല, ഇനി ഡിസ്ക്രൈബ് ചെയ്യുമെന്ന് അറിയില്ല. ദിസ് ഇസ് സോ മച്ച് കണക്റ്റഡ്, ലൈക്ക് ദ ടൈറ്റിൽ സേസ്, ഇറ്റ് ഇസ് സോ മച്ച് കണക്റ്റഡ് ടു ഫുഡ്. ഇറ്റ് ഇസ് അബൌട്ട് കുക്കിംഗ്, ഇറ്റ് ഇസ് അബൌട്ട് പ്രിപ്പയറിംഗ് ഫുഡ്, ഇറ്റ് ഇസ് അബൌട്ട് ഈറ്റിംഗ് ഇറ്റ്, ഇറ്റ് ഇസ് അബൌട്ട് ഹൗ യു ഹാവ് എന്താ പറയുക, ഒരു കണക്ഷൻ വിത്ത് ഫുഡ്, ഹൗ യു പെർസീവ് ഫുഡ്. ആസ് കോൺട്രാസ്റ്റിംഗ് ആസ് ഇറ്റ് മൈറ്റ് സീം, ഇതൊരു റിയൽ ലൈഫ് സീരിയൽ കില്ലറിൻ്റെ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളൊരു ബുക്കാണ്. അതാണോ ഫുഡ് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് മൈറ്റ് സൗണ്ട് അബ്സേർഡ് റൈറ്റ് നൗ, ബട്ട് യു ക്യാൻ ഓൺലി നോ ഇഫ് യു റീഡ് ഇറ്റ്. എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നതെന്നുള്ളത്. ഒരു ജേർണലിസ്റ്റിൻ്റെ ജേർണിയാണ് അബൌട്ട് എ കില്ലർ, ഡു എ സ്റ്റോറി ഓൺ ദിസ് പെർട്ടിക്കുലർ സീരിയൽ കില്ലർ, അലിജഡ് സീരിയൽ കില്ലർ. ഷീ ഗോസ് ഓൺ ദിസ് ജേർണി ആൻഡ് ഷീ ഗോസ് ത്രൂ ആ ഒരു കില്ലറിൻ്റെ പാത്ത് ആൻഡ് ദ കോൺവെർസേഷൻസ് വിത്ത് ദാറ്റ് കില്ലർ. ആൻഡ് ആ കില്ലറിന് ഫുഡിനോടുള്ള ഇൻട്രസ്റ്റ് ആണ് ഈ ബുക്കിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഇത് അതുകൊണ്ട് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊരു ബുക്കായതുകൊണ്ട്, ആൻഡ് ഞാൻ ദ സ്റ്റോറി ഇട്ടിട്ട് എൻ്റെ 2 of my friends bought it. One is still reading it and the second one has already completed it and she fell in love with it. ഇത് നമുക്ക് വല്ലാത്തൊരു വാലിഡേഷനാണ്, നമ്മൾ റെക്കമെൻഡ് ചെയ്ത ബുക്ക് ഒരാൾ വായിച്ചിട്ട് അയാൾക്കത് ഇഷ്ടമാകുക എന്നുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ലൈക്ക് എ ലവ് ലൈക്ക് നോ അതർ ഫോർ മീ അറ്റ് ലീസ്റ്റ്. അതുകൊണ്ടാണ് these books I am telling you, because I really hope that you fall in love with it like I did. And if you are choosing any book, any one book, choose Lessons in Chemistry, അല്ലെങ്കിൽ try it all. Please. ഇതാണ് എനിക്ക് പറയാനുണ്ടായിരുന്നത്. സോ 2024-ൻ്റെ the books that I missed out on telling you are these books. ഇത് പറയാതെ പോയാൽ, ഇത്ര ലേറ്റ് ആയാലും, I wanted to not miss having the chance to talk about these books because these are very, very, very special to me, especially the last one. ഇപ്പം ഞാൻ കറൻ്റ്ലി വായിക്കുന്നത്, ഐ വോണ്ട് ടു ടെൽ ദാറ്റ് ടു. ഇതാണ് ഞാനിപ്പോൾ കറൻ്റ്ലി വായിക്കുന്നത്. ഇത് ഞാൻ ബട്ടർ വാങ്ങാൻ പോയ സമയത്ത് കണ്ടതാണ്, അന്ന് ഞാനത് വാങ്ങിയില്ല. ഇത് എഴുതിയിട്ടുള്ളത് ഗിലിയൻ ആൻഡർസൺ. ഇസ് യു നോ ദിസ് പേഴ്സൺ, സെക്സ് എഡ്യൂക്കേഷനിൽ ഓട്ടിസത്തിൻ്റെ അമ്മയാണ്. സോ വാട്ട് ദിസ് ബുക്ക് ഇസ് അബൌട്ട് ഐ വിൽ ടെൽ യു ആസ് ഐ റീഡ് ഇറ്റ്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് തുടങ്ങിയിട്ടേ ഉള്ളൂ. പക്ഷേ ഐ തിങ്ക് ഐ വിൽ റീഡ് എ ലോട്ട് മോർ ബുക്സ് ദിസ് ഇയർ. പക്ഷേ ഐ വോണ്ട് ടു ടേക്ക് യു അലോങ് ദ ജേർണി. So try reading these books, and any things that you have to tell me or ask me about books, about reading anything, please tell in the comments. I'll see you next time.